സമസ്ത കേന്ദ്ര മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി സിപിഐഎം. പണ്ഡിത വേഷം ധരിച്ച നാറിയാണ് നദ്വിയെന്ന് സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദ് പറഞ്ഞു. സമസ്തയിൽ ഒരുപാട് നല്ല പണ്ഡിതന്മാരുണ്ട്, അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിയാണ് നദ്വിയെന്നും വിമർശനം. നല്ല ആളുകളെ അംഗീകരിക്കാൻ തയ്യാറായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അത് ആരെന്നുള്ളതല്ല. എന്നാൽ ആ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ഒരു പരനാറി നാട്ടിൽ വന്ന് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗം നടത്തിയത് ഉചിതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എംപിമാരും ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നുവെന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശത്തിനെതിരാണ് ഇപ്പോൾ സിപിഎം അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പണ്ഡിത വേഷം ധരിച്ച നാറിയാണ് നദ്വി എന്നാണ് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദ് പ്രതിഷേധ പ്രകടനത്തിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇയാൾ സമസ്തയുടെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല. അതോടൊപ്പം തന്നെ സമസ്തയിൽ ഒരുപാട് നല്ല പണ്ഡിതന്മാരുണ്ട്, അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിയാണ് നദ്വി എന്നാണ് ഡോക്ടർ അഖിൽ അഹമ്മദ് പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. സിപിഐഎം മടവൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിനെതിരെയാണ്, അതായത് നദ്വി നടത്തിയ പരാമർശത്തിനെതിരെ സിപിഎം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ഈ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഇത്തരത്തിലൊരു പരാമർശവും വന്നിട്ടുള്ളതെന്നാണ് ഏറെ ശ്രദ്ധേയം. സുന്നി ഫെഡറേഷന്റെ പരിപാടിയിൽ മടവൂരിൽ നടത്തിയ പരിപാടിയിലാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EMSന്റെ മാതാവിനെ കെട്ടിച്ചപ്പോൾ പ്രായം 11 വയസ്സ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെയോ മാതാവിനെ ആരെങ്കിലും അവഹേളിക്കുകയോ പരസ്യമോ ഇകഴ്ത്തുകയോ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അക്കാലത്തെ രീതിയാണ്. ഒരു നമ്പൂതിരി മാത്രമല്ല, മറ്റ് പല നമ്പൂതിരിമാർ അങ്ങനെയായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ബഹാവുദ്ദീൻ നദ്വി നടത്തുകയും ചെയ്തിരുന്നു.